சரி சரி பேக் நம்பர் இல்ல ப்ரூவ் பண்ணிட்டு that too in the nights. In a house where ladies living together. There is not ladies living together, sir. Huh? There is not ladies living together. Not in the sense of any other meaning. Only, I meant only. Sir, I told you everything. Sir, I told you everything, what they made me to do and how they threatened me. But still you are asking 4 ladies were living. I went to talk, sir. I went to talk to her. Okay. But she only started quarreling with me. You can freely don't complain here. But she has lots of influence. After committing the offense, Sir, she have lots of influence. you could have a reach here. Sir, she has And lots then of hand over the influence. mobile here. Sir, I'll tell you, she has And lots. examine the mobile. You can ask the Sir, examine the Sir, mobile. I'll tell you something. She have lots of influence. Okay, sir. You can. That is not an excuse. Serious. ഇന്നലെ രാത്രി നെടുപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ CRB പാർട്ടി പെട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു വീടിൻ്റെ അവിടെ കുറച്ച് ഒച്ച കഴിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആണ് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. നമ്മുടെ പാർട്ടി അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ പറഞ്ഞ് അവിടെ വീട്ടിൽ ഒരു 5-8 പേര് വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും ബാക്കി എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ച് അവരുടെ പീഡിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇൻഫോർമേഷൻ്റെ പ്രകാരം നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി ഓഫീസർ ACP തൃശ്ശൂർ ശശിധരൻ അദ്ദേഹം ഇത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് എല്ലാ CRB വെഹിക്കിൾസും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സ്റ്റേഷൻ വെഹിക്കിൾ അറിയിച്ചിട്ട് വി ഹാവ് പ്ലാൻ നാക്കബന്ദി അറ്റ് ദ തൃശ്ശൂർ. നമുക്ക് നേരത്തെ പ്ലാൻ പറഞ്ഞ പ്രകാരം വി ഹാവ് ഡിഡ് ദ നാക്കബന്ദി അറ്റ് ദ തൃശ്ശൂർ. പിന്നെ ആ സമയത്ത് നമുക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പട്ടിക്കാട് ഏരിയയിൽ ഒരു ബ്ലാക്ക് കളർ കർണാടക രജിസ്ട്രേഷൻ ഇൻഡിക്ക കാറും ഒരു ബുള്ളറ്റിൽ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷനുള്ള ആൾക്കാരൊക്കെ നമുക്ക് കിട്ടി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇവിടുത്തെ നമുക്ക് തൃശ്ശൂർ സ്വദേശിയായ ഒരു വിക്ടിം പിന്നെ ഈ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു ലേഡി അവിടെ 2 പേരുടെ തമ്മിൽ ഒരു സ്പാ ബന്ധപ്പെട്ട ഏർപ്പാടായിരുന്നു. അതിൻ്റെ ബിസിനസ് തിരക്കും അത് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും 8 പേര് ഒരു കാറും ഒരു ബൈക്കിൽ വന്നിട്ട് they have tried to snatch the mobile phone. They have also took the gold jewelry from the victim. Then few 40,000 rupees were transferred via Google Pay to the account of this accused. Based on this information we acted, and within 1 hour of this incident our team led by ACP Shashidharan, Inspector Benilal, they have apprehended all 8 accused and now we have custody of all 8 people. Among these 8 people, 3 are male, 5 are female accused are in our custody. This is the basic info. അവർ മലയാളി അല്ല, തമിഴും കന്നഡക്കാരക്കാണ്. അവരുടെ ഇപ്പോൾ നമ്മുടെ പറഞ്ഞ ഈ അക്യൂസ്ഡ് പറയാനുണ്ട് അവരുടെ കയ്യിൽ ഈ വിക്ടിം പറഞ്ഞ ലേഡിയുടെ കയ്യിൽ ഇവരുടെ കുറേ പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു. ആ വീഡിയോ എടുക്കാൻ വേണ്ടി ആ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ അവരുടെ പൈസയുടെ കുറച്ച് ഏർപ്പാടായിരുന്നു. ആ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ ഇവിടെ വന്നായിരുന്നു. ആ വന്ന സമയത്ത് 2 ടീമിൻ്റെ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കം ഉണ്ടായിരുന്ന സമയത്ത് അവരോട് അടിച്ചിട്ട് മൊബൈൽ ഫോൺ അവർ എടുത്തു കൊണ്ടുപോയി. ഒരു 12 to 1 മണിക്കൂറുടെ ഇടയിൽ ഒരു ഹാഫ് ആൻ അവർ ഉള്ള ഈ തർക്കമായിരുന്നു. ഇത് ബന്ധപ്പെട്ട് നമ്മുടെ ടീം നമുക്ക് കിട്ടിയ കോൾ 1 മണിക്കായിരുന്നു. സോ അതിനെ നമുക്ക് 2 മണിക്കിടയിൽ 1 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് പട്ടിക്കാടിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെല്ലാ 2 കൂട്ടത്തിലെ ആൾക്കാർക്ക് ടോട്ടൽ 8 അക്യൂസ്ഡ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പിന്നെ പറഞ്ഞ FIR സ്റ്റേറ്റ്മെൻറ്റുള്ള കാര്യങ്ങൾ കുറച്ച് വിശദ അന്വേഷിക്കാൻ ശേഷം മാത്രം നമുക്ക് സത്യത ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാവും. ഇവർ പറയാനുണ്ട് ഇപ്പോൾ വിക്ടിം പറയാനുണ്ട് അങ്ങനത്തെ സ്പാ അവർ നടക്കത്തില്ല. ബട്ട് അക്യൂസ്ഡ് സൈഡിൽ അവർ പറയാനുണ്ട് അവർ ഇവിടെ വന്നിട്ട് തൃശ്ശൂരിൽ
ഒരു ഈ വിക്ടിം നടക്കുന്ന ഒരു സ്പായിൽ അവർ ജോലി ചെയ്തു. കുറേ പ്രാവശ്യം ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ജോലി ചെയ്തിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം അവരുടെ തമ്മിൽ പൈസയുടെ ഒരു ഇഷ്യൂ വന്നു. ആ ഇഷ്യൂ വന്നതിൻ്റെ തിരക്കിൽ ഇന്നലെ അവർ 3 ദിവസം മുമ്പ് അവർ ബാംഗ്ലൂരിൽ ഇത് എല്ലാ ഒരു ഈ ഡക്കൈത്തി രൂപത്തിൽ അവർ 3 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തു. ഇന്നലെ രാവിലെ കോയമ്പത്തൂർ ഹാൾട്ട് ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു ഏകദേശം 10 മണി അവർ തൃശ്ശൂർ വന്നിട്ട് അവർ അവിടെ വീട്ടിൻ്റെ ഏരിയയിൽ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം 12-6 മണിക്ക് ദേ ഹാവ് ബ്രേക്ക് ഇൻ ടു ദ ഹൗസ് ആൻഡ് ദേ ഹാവ് ഡൺ ദിസ്. ഈ ഇവരെന്താ ഈ വിക്ടിം എന്ന് പറയുന്ന സ്ത്രീ തൃശ്ശൂരിൽ സ്പാ നടത്തുന്ന ആളാണ്? As of now, we have only this basic information. We have to go into the details. ഇത് ബന്ധപ്പെട്ടുള്ള എക്സാക്ട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയ ശേഷം അറിയിക്കാം. അവർ പറയുന്നത് ഈ പ്രൈവറ്റ് വീഡിയോസ് അവരുടെ കയ്യിലുണ്ട്. ഇവർ ഈ സ്പാ നടക്കുന്ന സമയത്ത് അവർ തൃശ്ശൂർ വന്ന സമയത്ത് കുറേ പ്രൈവറ്റ് വീഡിയോസ് ഈ വിക്ടിം എടുത്തിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ വീഡിയോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ വന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ചെയ്യാം. വിക്ടിമ് ശരിക്കും ഈ സ്പാ നടന്നോ ഇല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ശരിക്കും ഈ വിതൗട്ട് ലൈസൻസ് ആരും സ്പാ നടത്താൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ കുറേ എക്സ്റ്റോർഷനും ബാക്കി ഇമ്മോറൽ ട്രാഫിക്കിംഗ് ഉള്ള ആംഗിൾസും ഉണ്ട്. സോ വി ആർ ഇൻ ദ പ്രിലിമിനറി സ്റ്റേജസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. മുഴുവൻ 8 പേരല്ല, ഇതിൻ്റെ അകത്ത് ഒരാൾ മാത്രമാണ് അവർ മിസ്യൂസ് ചെയ്ത് പറയുന്നുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ട് 8 പേര് ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ഒരു ഈ എല്ലാ റിക്കവറിയും പിന്നെ വാട്ട് എവർ ദർ ബിസിനസ് ഡീലിംഗ് ആ സെറ്റിൽ ചെയ്യാൻ വേണ്ടി 8 പേര് ഒരുമിച്ച് വന്നായിരുന്നു. 5 വനിതകളുണ്ട്. അവരുടെ റോള് അവർ പറഞ്ഞത് അവർ സഹോദരിയും ഫ്രണ്ട്സാണ്. ജസ്റ്റ് ഈ എല്ലാ ഈ കാരണങ്ങൾ എല്ലാ ഈ പ്ലാനിങ് സമയത്ത് അവർ കൂടെ ഉണ്ടായിരുന്നു. സോ ഇത് പ്ലാനിന്റെ കൂടെ തന്നെ അവർ ഇവിടെ വന്നാണ്. ഇവർക്ക് ഇപ്പം നമ്മൾ CCTVs നോക്കുമ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അവരുടെ വർക്കുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ അവരോട് ചോദിച്ചിട്ട് നമുക്ക് കൃത്യമായ ആൻസർ ഇതുവരെ കിട്ടില്ല. സോ ദാറ്റ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. അത്തരത്തിൽ സ്പാകൾ നടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിനെതിരായുള്ള പരിശോധന നടപടി ഉണ്ടാകുന്നത് അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ച് നമുക്ക് കുറേ സ്ഥലത്ത് റെയ്ഡ് ചെയ്തായിരുന്നു. അത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് there were proper license and the certification given by the corporation. So we did not find anything unauthorized or illegal as of now. But when this case is coming up, we will surely intensify our search. If anything of this sort comes, we will take proper legal action. പറഞ്ഞ വിക്ടിം മലയാളിയാണ്. തട്ടിക്കൊണ്ടു പോയിട്ടില്ല. അവരെല്ലാം മൊബൈൽ ഫോണും പൈസ എടുത്തിട്ട് പൈസയും ആ ജ്വല്ലറി എടുത്തിട്ട് അവർ പോയി. 8 പേര്. അല്ല ഈ ആക്ടിവിറ്റിക്ക് വന്നത് ഈ വീഡിയോ എടുത്തു എത്ര കാലം മുന്നേ? അവർ പറഞ്ഞത് ഒരു ഏകദേശം 1 മാസം മുമ്പ് ഉള്ള അത് വീഡിയോ ആണ്. 1 മാസം മുമ്പ് അവർ വന്നിട്ട് ആ സമയത്ത് അവരുടെ വാക്കുതർക്കമുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ വിക്ടിം ഭീഷണിപ്പെടുത്തിയിട്ട് ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട്. ഈ മൊബൈല് പരിശോധിച്ചോ? ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോറൻസിക് പരിശോധന സമയത്ത് മാത്രം മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഡിയോ ഉണ്ടോ ഇല്ല. ഇതിലിപ്പോ ഇവര് വേറെ ആളുകളുടെ വീഡിയോ ഇതുപോലെ പകർത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈ തട്ടിപ്പ് നടത്തുന്നുണ്ടോ ഈ വിക്ടിം? ഇല്ല, that is still under investigation. As of now, morning only we recovered everything. So after forensic examination only we will understand more details. ഈ വിക്ടിമിന് എത്ര വയസ്സുണ്ടാവും? വിക്ടിം ഒരു 57-58 വയസ്സാണ്. അവർക്ക് ഒരു 27-28 ഏജ് ഉണ്ട്. യെസ്. എത്ര രൂപയാണ് ഗൂഗിൾ പേ അവർ 40,000 rupees പറയുന്നുണ്ട്. 40,000 rupees 20,000 rupees, then 5 mobile phone, പിന്നെ 6 പവന്റെ ഒരു കമ്മലും പിന്നെ ബാക്കി സം ഓഫ് 6 ഗ്രാമിന്റെ കമ്മലും പിന്നെ കുറെ സ്വർണ്ണ ആഭരണങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ മാത്രം 5 മൊബൈൽ ഫോൺ അല്ലല്ല 4 പേരുണ്ട് ടോട്ടൽ. അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന ടോട്ടൽ 4 പേരുണ്ട്. അല്ല, അവരും 3 വനിതകളും എക്സ്ട്രാ ഉണ്ട്. അവര് 6 ഗ്രാമിന്റെ ഒരു ഇയർ റിങ്സ് പോയിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ട്.
ഈ സ്ത്രീകളൊപ്പം ഈ 3 വനിതകൾ ഇവരുടെ ബന്ധുക്കളാണോ അതോ ഈ സ്ഥാപനത്തിലെ ജോലിക്കാരാണോ? That is also we are investigating. As of now, victims last yesterday we have taken the statement in the night and we have registered the case. Further investigation, other 3 ladies, their background, everything that we are looking into. ഈ victim തന്നെയാണോ പോലീസിനെ അറിയിച്ചത് അതോ വേറെ ആളുകളാണോ? Victim ആണോ പോലീസിനെ അറിയിച്ചത്? Victim police അറിയിച്ചതാണ്. സാർ ഈ കേസിൽ എന്തൊക്കെ വകുപ്പാണ് വരുന്നത്? ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് ഡക്കൈത്തി ഉള്ള വകുപ്പ് ചേർത്തിട്ടുണ്ട്. ഡക്കൈത്തി HB നൈറ്റും പിന്നെ റോങ്ഫുൾ കൺഫൈൻമെന്റ് ആയിട്ട് 3 മേജർ സെക്ഷൻസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പൈസ എടുത്ത് എസ്കേപ്പ് ആവുന്ന വഴി നമ്മൾ ബ്ലോക്ക് ചെയ്ത് യെസ് ഓക്കെ. ഇതിൻ്റെ മേജർ നമുക്ക് പറഞ്ഞ ഇൻഫോർമേഷൻ നമുക്ക് വളരെ കൃത്യസമയത്ത് കിട്ടി. സംഭവം നടന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി. സോ ദാറ്റ് ഈസ് ഹൗ വി വർ ഏബിൾ ടു ട്രാക്ക് ദം, എൽസ് ദേ വുഡ് ഹാവ് എസ്കേപ്ഡ്. സാർ ഈ പറഞ്ഞ സ്പാ ഏത് ലൊക്കേഷനിലാണ് വരുന്നത് ഏകദേശം? അത് കരിമംഗലം ഭാഗത്താണ്. കനിമംഗലം. സർ, ഈ മറ്റേ 8 പേരും ബാംഗ്ലൂർ സ്വദേശികളാണ്. വന്ന ആളുകളെല്ലാം ബാംഗ്ലൂർ സ്വദേശികൾ തന്നെയാണ്. അവര് തമ്മിലാണ്. അവർ കുറേ സമയം ബാംഗ്ലൂരും നിർത്തുന്നുണ്ട്. അതിൻ്റെ കൃത്യം അഡ്രസ്സ് കോയമ്പത്തൂറും ബാംഗ്ലൂർ, അങ്ങനത്തെ 2 സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഇവര് കണിമംഗലത്ത് ബന്ധപ്പെടാണ്ടായ സാഹചര്യം എന്താണ്? ഇവർ പറയുന്നത് വിക്ടിം താമസിക്കുന്ന കനിമംഗലത്താണ്. പിന്നെ വിക്ടിം ഇവരോട് ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരുപാട് ജോലികളുണ്ട്. ഇവിടെ വരാനുള്ള കാരണം ഇവർ പറയാണ്ട് വിക്ടിം ഇവരോട് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു നേരത്തെ. ഫോണിന് എവിടെയെങ്കിലും ഈ വിക്ടിമിന്റെ കയ്യിൽ ഇവരുടെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ ഫോണ് വിളിച്ചിട്ട് അവർ കോൺടാക്ട് ചെയ്തതാണ്. സോ അത് വെച്ചിട്ട് അവർ ഇങ്ങോട്ട് വന്നായിരുന്നു. സർ, ഈ മറ്റേ പ്രതികളായ ആ സ്ത്രീ അവര് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണോ അതോ സ്പാ ചെയ്യാൻ വേണ്ടി വന്നതാണോ? അവർ ആ ജോലി വന്നിട്ട് പിന്നെ അവർ സ്പാ ആയിട്ട് തുടങ്ങി.